and the masters of the universe. ഞാൻ ആഡം, ഇറ്റാനിയയുടെ രാജകുമാരൻ, ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവൻ. ഇത് വരിയൻ പുലി, ഒന്നിനും പേടിക്കാത്ത എന്റെ സുഹൃത്ത്. അത്ഭുതകരമായ ചില ശക്തികൾ എനിക്കുണ്ടെന്ന് എപ്പോൾ മനസ്സിലായി എന്നാൽ എന്റെ ഈ വാളെടുത്ത് ഈ വാക്ക് ഉച്ചരിച്ചപ്പോഴാണ്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി, എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. വരിയൻ പുലി ബലശാലിയായ ഒരു ഉഗ്രൻ പുലിയായി മാറി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ വീരൻ. ഈ രഹസ്യം ഇനി 3 പേർക്ക് മാത്രമേ അറിയാവൂ. അവരും എന്റെ കൂടെ ചേർന്ന് ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ദുഷ്ടശക്തിയുള്ള അസ്ഥികൂടനിൽ നിന്നും ഗ്രേസ്കൽ കോട്ടയെ കാത്തു സൂക്ഷിക്കുന്നു. ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? ഈ പെട്ടിക്കുള്ളിൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകാനുള്ള വൈരരശ്മിയുണ്ട്. എന്ത്? അപ്രത്യക്ഷമാക്കുന്ന വൈരരശ്മിയോ? ഇത് നോക്കിയാൽ എന്താകുമെന്ന് അറിയില്ലേ? ഇതിന്റെ ശക്തിയെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് ബി പ്രവർത്തിപ്പിക്കോ. ഓ, നിങ്ങളുടെ ഉത്തരവ് പോലെ യജമാനനെ. ഉടനെ തന്നെ ഈ ലോകത്തിലുള്ള ധീരന്മാരെ എല്ലാവരെയും നമ്മുടെ ഈ സർപ്പമലയിലേക്ക് വരുത്തിക്കാം. ഞാൻ അസ്ഥികൂടനാണ്. എന്റെ ധീരന്മാർക്ക് ഞാൻ കൽപ്പന നൽകുകയാണ്. ആദ്യമായി ജലജന്തുക്കളുടെ എല്ലാം തലവനായ സമുദ്ര രാക്ഷസനെ സർപ്പമലയിലേക്ക് വരൂ. സൂന്യ, അന്ധകാരത്തിന്റെ മഹാറാണി, ഞാൻ അസ്ഥികൂടൻ കൽപ്പന നൽകുകയാണ്. ഉടനെ സർപ്പമലയിലേക്ക് വരൂ. അടുത്തതായി അസ്ഥികൂടൻ ആജ്ഞാപിക്കുന്നു, ദൃഷ്ടിയിൽ കൂർമ്മതയുള്ളവരെ എത്രയും വേഗം സർപ്പമലയിലേക്ക് വരൂ. ഇരുമ്പു മനുഷ്യൻ, ആയുധങ്ങളുടെ തലവൻ, നിന്റെ വിഷമുള്ള ആയുധങ്ങളോടുകൂടി എത്രയും വേഗം സർപ്പമലയിലേക്ക് വരൂ. പ്രമാദം. യജമാനനെ, എന്തിനാണ് ഇപ്പോൾ ഞങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത്? അവസാനമായി ഹീമേനെ എതിർക്കാനും ഇറ്റാനിയെ തകർക്കാനും ഒരു മാർഗം കണ്ടുപിടിച്ചു. ഇത് ഞങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളത് ആസ്തികൂടാ. എല്ലാ പ്രാവശ്യവും ഹീമേനാണ് ജയിക്കുന്നത്. എന്നാൽ ഇത്തവണ ഒരു നല്ല മാർഗമുണ്ട്. അപ്രത്യക്ഷമാവുന്ന വൈരരശ്മികൾ. ഈ വൈരത്തിന് അത്ര എന്താ പ്രത്യേകതയുള്ളത് യജമാനനെ? മനസ്സിലാക്കി തരാം. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരൂ. ആരുമില്ലേ? നിങ്ങൾക്കാർക്കും ധൈര്യമില്ലേ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു ജീവൻ വൈരരശ്മിയെ നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. എന്ത്? അപ്രത്യക്ഷമായി പോയല്ലോ. അതെ, എങ്ങനെ അപ്രത്യക്ഷമായെന്ന് കണ്ടില്ലേ? എന്നെ എതിർക്കുന്നവന് ഇതായിരിക്കും അവസ്ഥ. പ്രത്യേകിച്ചും ഹീമാനിന്. ഇതാണ് എന്റെ പുതിയ പദ്ധതി. ഇപ്പോൾ ഞാൻ അവസാനമായി കാണിക്കാൻ പോകുന്ന മാജിക് എന്താന്ന് വെച്ചാൽ മുട്ടകൾ കൊണ്ട് അതിഗംഭീരമായ ഒരു പരിപാടി കാണിക്കാൻ പോവുകയാണ്.
കഴിഞ്ഞ തവണ നീ മുട്ട കൊണ്ട് കാണിച്ച വിദ്യയെല്ലാം എന്റെ തലയിലല്ലേ വീണത്. ശാന്തത പാലിക്കൂ. മുട്ടയ്ക്കും ഗ്ലാസിനും ഇടയിലുള്ള ഈ ട്രേ എടുത്ത ഉടനെ മുട്ടകൾ ഗ്ലാസിൽ ചെന്ന് വീഴും. അതൊന്ന് കാണാമല്ലോ. ട്രേ പറന്നു പോകൂ. മായൻ, അയ്യോ, അടുത്ത മാജിക്ക് തുടങ്ങാം. മര്യാദക്ക് ഈ സ്ഥലത്ത് നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇത് അസ്ഥികൂടന്റെ ആളാണല്ലോ. എന്റെ കാവൽക്കാർ അവരെ നോക്കിക്കൊള്ളും, അതും നിങ്ങളുടെ അനുവാദത്തോടു കൂടി. ശരി ലീലേ, പോവൂ. വരൂ വരികയും പുലി, നമുക്കിവിടെ ഒരു ജോലിയില്ല. ഇവൻ ധൈര്യശാലിയായിരുന്നെങ്കിൽ ഞാൻ സന്തോഷപ്പെട്ടേനെ. ഓ, രാജകുമാരൻ മാത്രം ഞാൻ ആലോചിക്കുന്നത് ചെയ്യാതിരുന്നെങ്കിൽ വളരെ നന്നായേനെ. പോകാൻ വരികയും പുലി, ഹീമാനും ശൂരപുലിയും വരാനുള്ള സമയമായി. ഇന്ന് നല്ല ദിവസമല്ല, അതുകൊണ്ട് എനിക്ക് ആ മൂഡ് വരുന്നില്ല. വേഗം വാ. എന്താ തിരക്ക് നിനക്ക്? ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. പുറപ്പെടാം ശൂരപുലി, നമുക്ക് പോയി ലീലയെ സഹായിക്കാം. ഇവിടെ വന്നതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. യജമാനെ, ഇവൾ ശക്തിയുള്ളവളാണ്. ഇവളുടെ ശക്തി എനിക്ക് നേരിടാൻ വയ്യ. ഞാൻ വീഴുകയാണ്. പേടിക്കേണ്ട, നമുക്കവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലീലയും അവളുടെ കൂട്ടാളികളും കോട്ടയ്ക്ക് പുറത്തു വന്നതുകൊണ്ട് നമ്മളെ ആർക്കും തടയാൻ പറ്റില്ല. ഇവളെ എതിർക്കാൻ ഈ ഭയങ്കര ആയുധം ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അതും ഈ സമയത്ത് ജോലി ചെയ്യുന്നില്ല. അനങ്ങിപ്പോരുത്, അവിടെ തന്നെ നിൽക്കൂ. നല്ല രുചിയുണ്ട് ഇതിന്. ഒന്ന് ക്ഷമിക്കൂ ഇരുമ്പു മനുഷ്യ. ഹീമാൻ, ഇന്ന് നിന്റെ കഥ കഴിക്കാം. കൊള്ളാമല്ലോ ഇരുമ്പു മനുഷ്യ, നിന്റെ ആയുധവും കുറച്ച് ശക്തിയുള്ളതാണല്ലോ. ഇതിൽ നിന്നും നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കട്ടെ ഹീമാൻ. അതിനു മുമ്പ് എനിക്കൊരു ജോലിയുണ്ട്. ഈ പ്രാവശ്യം നീ ജയിച്ചു. അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടുമ്പോൾ നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ല. സഹായിച്ചതിന് വളരെ നന്ദി ഹീമാൻ. അതിരിക്കട്ടെ ലീല, നിന്നെയും കാവൽക്കാരെയും വഴിതെറ്റിക്കാനാണ് അസ്ഥികൂടൻ പുറത്തിറക്കിയത്. നമ്മുടെ കോട്ടയെ തകർക്കാനായിരിക്കും. വളരെ ശരിയാണ്. എത്രയും വേഗം നമ്മൾ പുറപ്പെട്ടേ പറ്റൂ. വേഗം വരൂ. എനിക്ക് ലീലയെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നുന്നു. അവൾ പോയിട്ട് ഏറെ നേരമായല്ലോ. നിങ്ങളുടെ മകളാണ് ഇറ്റാലിയയിലെ ഏറ്റവും വലിയ വീരാംഗന. അതെ, അവൾക്കൊന്നും സംഭവിച്ചു കാണില്ലെന്ന് കരുതുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ ദുഃഖം അകറ്റാൻ ഞാൻ ഒരു മാജിക് കാണിക്കാം. ഈ അവസ്ഥയിലും എന്നെ വിടില്ലേ നീ? നിങ്ങളിപ്പോൾ എന്റെ മാജിക് കണ്ട് സന്തോഷിക്കൂ. കൊള്ളാമല്ലോ, ഇത് നല്ല മാജിക് ആണല്ലോ. അത് ആരാണ്? ദേ കണ്ടോ, സാഹസി വന്നിരിക്കുന്നു.
അവൾ എന്നോട് ടെലിപ്പതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നേ? അസ്ഥികൂടൻ ഈ കൊട്ടാരത്തിലുണ്ടെന്ന്. അസ്ഥികൂടനോ? ഇവിടെയോ? നമ്മൾ മഹാരാജാവിനെ രക്ഷിക്കണം. നിങ്ങൾ എവിടെയാണോ? എന്റെ പ്രിയപ്പെട്ട ഇട്ടാനിയയുടെ മുൻ മഹാരാജാവേ, ഇപ്പൊ എന്താ ചെയ്യാ? സാഹസിയെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ലേ? ഗ്രേസ്കൽ കോട്ടയ്ക്ക് പുറത്ത് അവൾക്ക് ശക്തി ഉണ്ടാവില്ല. കാവൽക്കാരെ, ഇവരെ പിടിക്കൂ. നിങ്ങളുടെ കാവലാളികളെ ഞങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെന്താ, ഞാനുണ്ടല്ലോ. ആയുധമില്ലാതെ തന്നെ നിന്നെ എതിർക്കാൻ എനിക്ക് സാധിക്കുമെന്ന് നീ മറക്കണ്ട. ഇപ്പോൾ നടക്കാൻ പോകുന്നത് കണ്ടാൽ നിന്റെ മനസ്സ് തീർച്ചയായും മാറും. ഇതാ കണ്ടോ? അടുത്തത് നീയാണ്. വേണ്ട, പറയുന്നു കേൾക്ക്. ഇതെന്താണ് മാജിക്? നമ്മൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അസ്ഥികൂടിന്റെ റോബോ പട്ടാളമോ? അപ്പോൾ അവൻ അരമനയെ ആക്രമിച്ചു കാണും. പോകാം ശൂരപ്പുലി, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കോട്ടയെ രക്ഷിക്കണം. മായൻ, അരമനയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത്? അസ്ഥികൂടൻ നമ്മുടെ സ്ഥലത്തെ ആക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ അച്ഛൻ, അമ്മ, വീരമിത്രൻ, സാഹസി എല്ലാവരെയും അപ്രത്യക്ഷമാക്കി. അവരെ എല്ലാരെയും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. അകത്ത് അസ്ഥികൂടൻ എന്താ ചെയ്യുന്നതെന്ന് പറയൂ. ഒരു വൈരത്തിൽ നിന്ന് രശ്മി ഉണ്ടാക്കി അവൻ എല്ലാവരെയും അപ്രത്യക്ഷനാക്കി. എന്ത്? മായമാക്കുന്ന വൈരമോ? അസ്ഥികൂടൻ അത് കണ്ടുപിടിച്ചു. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നീ പോയി ലീലയും കാവൽക്കാരും എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്ക്. അവരോട് ഗ്രേസ്കൽ കോട്ടയുടെ അടുത്തുള്ള കാട്ടിലേക്ക് വരാൻ പറ. പക്ഷി മനുഷ്യനോടും ഇരുമ്പ് മനുഷ്യനോടും ഇങ്ങോട്ട് വരാൻ പറ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ആ വൈരത്തിന്റെ ദുഷ്ടശക്തിയെ തിരിച്ചുവിട്ട് നമ്മളെ രക്ഷിക്കാൻ സാഹസിക്കേ പറ്റൂ. ഈ അവസ്ഥയിൽ ഞാനും സാഹസിയും കണ്ടുമുട്ടാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഗ്രേസ്കൽ കോട്ട മാത്രമാണ്. ഞാൻ ആജ്ഞാപിക്കുന്നു, ജാബ്രിഡ് തുറക്കട്ടെ. ഹേ സാഹസിയെ, സാഹസിയെ വരൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് പറയൂ. ഞങ്ങൾ ഒരു കാലചക്രത്തിനുള്ളിൽ അകപ്പെട്ടു പോയി ഹീമാൻ. നിങ്ങളെ കൊണ്ട് മാത്രമേ രക്ഷിക്കാനാവൂ. എങ്ങനെ? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മായാജാലം കൊണ്ട് അപ്രത്യക്ഷമാക്കുന്ന ആ വൈരത്തെ നിങ്ങൾ തകർത്തേ പറ്റൂ. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനെ കുറെ നേരം നോക്കിയാൽ നിങ്ങൾ തന്നെ അപ്രത്യക്ഷമായി പോകും. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ വിജയിക്കും ഹീമാൻ. അസ്ഥികൂടൻ എങ്ങനെയും ഗ്രേസ്കൽ കോട്ടയെ ആക്രമിക്കാൻ പോകുന്നു. ശരി, അതിന് നമ്മൾ എന്ത് ചെയ്യും? അവനെ സ്വീകരിക്കാൻ ഒരു പാർട്ടി ഏർപ്പാടാക്കിയാൽ എന്താ? ഇതാണ് ഗ്രേസ്കൽ കോട്ട. കയറ് വലിച്ചെറിയൂ മൃഗമനുഷ്യ. നിങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കൂ. ഇതിനെ രക്ഷിക്കാൻ ഹീമാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇനി മുതൽ ഗ്രേസ്കൽ കോട്ട എന്റേതാണ്. ഹീമാൻ, അടുത്ത പ്രാവശ്യം വാതിലിൽ മുട്ടിയിട്ടകത്ത് വരൂ. പിടിക്കവനെ. നിന്റെ മുറുമുറുപ്പൊന്നും എന്റെ അടുത്ത് വേണ്ട മൃഗമനുഷ്യ. എല്ലാവരും വരൂ. ആ ചെളിയിൽ പോയി നീന്തി പഠിക്ക്. അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ വിടില്ല.
ചെയ്തു. ലീലേ, എന്നെ വിട്. പ്രമാദം പക്ഷി മനുഷ്യ. ഈ വൈരരശ്മി ഉപയോഗിക്കാൻ പറ്റുന്നത്ര ദൂരത്തിലല്ല അവനുള്ളത്. കടുവ, സഹായിക്കാൻ വന്നതിന് വളരെ നന്ദിയുണ്ട് ഇരുമ്പ് മനുഷ്യ. നീ എന്താ ഈ കാണിക്കുന്നത്? എന്റെ തല ചുറ്റുന്നു, എനിക്കൊന്നും കാണാൻ വയ്യ. പേടിച്ചോടല്ലേ, നീ യുദ്ധം ചെയ്യേ. നീ എന്നോട് യുദ്ധം ചെയ്യ അസ്ഥി കൂടാ. നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ. ഇപ്പോൾ നീ അടുത്തു വന്നത് കൊണ്ട് ഇതാ നോക്ക. എനിക്കിത് ഫലിക്കില്ല, നീ തന്നെ അനുഭവിച്ചോ. ഇല്ല ഇല്ല, വേണ്ട ഹീമാൻ. ആ വൈരം ഉള്ളിലേക്ക് വീണു. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. ഹീമാനെ എതിർക്കാൻ ഞാനൊരു പുതിയ പദ്ധതിയുമായി ഇപ്പോഴെത്താം. ഹീമാനെ ഇനി നിങ്ങളെ കൊണ്ട് പോലും തടയാൻ പറ്റില്ല. അതിന്റെ ആവശ്യം ഇപ്പോഴില്ല. അവൻ ആവശ്യമില്ലാതെ ആ വൈരം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യുക? അവനത് എടുത്തു കഴിഞ്ഞു. അതെ, ഇതോടെ അവന്റെ കഥ അവസാനിച്ചു. ഹീമാൻ, സൂക്ഷിക്കണം. ഹീമാൻ, വേണ്ട, അപ്രത്യക്ഷനാകരുത്. അദ്ദേഹത്തെ കാണാനില്ലല്ലോ. ഹീമാൻ, തിരിച്ചു വരൂ. ദയവ് ചെയ്ത് തിരിച്ചു വരൂ. ആ വൈരത്തെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള കാര്യം മറക്കല്ലേ ഹീമാൻ. ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിച്ച് നിങ്ങളുടെ കടമ നിറവേറ്റില്ലോ ഹീമാൻ. ഹീമാൻ, വീണ്ടും ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി. സാരമില്ല ഹീമാൻ, ഇത്തവണ നീ ജയിച്ചു. പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതാണ്. നിങ്ങൾ ഇറ്റാനിയെ രക്ഷിച്ചതിന് വളരെ നന്ദി ഹീമാൻ. ഞങ്ങളെയും രക്ഷിച്ചല്ലോ, വളരെ നന്ദി. ശരി മായൻ, ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാജിക് ചെയ്ത് കാണിക്കൂ. കൃത്യസമയത്ത് എന്റെ മോനെ ഇവിടെ വരുത്തി കാണിക്കൂ. നോക്കട്ടെ. മഹാരാജാവേ, രാജകുമാരൻ ഇന്ന് കൃത്യസമയത്ത് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാരാജാവേ, ഇന്ന് നല്ലൊരു വാർത്തയുണ്ട്. രാജകുമാരൻ അരമനയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോഴാണ് വാർത്ത കിട്ടിയത്. അതെയോ? അതിശയം തോന്നുന്നല്ലോ. മാത്രമല്ല, കാണാതെ പോയി നിങ്ങളുടെ രഥവും തിരിച്ചു കിട്ടിയിരിക്കുന്നു. സത്യത്തിൽ ഇത് നല്ല വാർത്തയാണ്. പക്ഷേ അതിനോടൊപ്പം ഒരു ഞെട്ടിക്കുന്ന വാർത്തയും ഉണ്ട്. അതിലുണ്ടായിരുന്ന ദിക്കുനോക്കി യന്ത്രം ഉടഞ്ഞുപോയത്രേ. എങ്ങനെയാ വന്നതെന്ന് കണ്ടില്ലേ? രാജകുമാര, ചുമരൊടിച്ചുകൊണ്ടാണോ അകത്ത് വരുന്നത്? നിങ്ങളുടെ സൂം ചാരിയറ്റും നശിച്ചു. ഏതെങ്ങനെയായാലും കൃത്യസമയത്ത് എത്തിയല്ലോ, അതാണ് പ്രധാനം. ഇന്നത്തെ കഥയിൽ അസ്ഥികൂടൻ കുറുക്കുവഴിയിൽ കൂടി പോയി ശക്തികളൊക്കെ നേടാമെന്ന് വ്യാമോഹിച്ചു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കുറുക്കുവഴിയിൽ കൂടി സഞ്ചരിച്ച് എല്ലാവരുടെയും മുമ്പിൽ എത്താമെന്ന് വ്യാമോഹിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു കാര്യം മറക്കരുത്, വിജയം എപ്പോഴും കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കുറുക്കുവഴിയിലൂടെ വിജയിച്ചു എന്ന് പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. എപ്പോഴും പ്രയത്നം കൊണ്ട് മാത്രമേ വിജയിക്കാനാവൂ. ഇക്കാര്യം എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് വീണ്ടും കാണാം.